Dear students, myself Sujit, Department of Mechanical Engineering. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റെഫ്രിജറൻസിനെ കുറിച്ചാണ്. റെഫ്രിജറേറ്ററിൽ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻസ് എന്ന് പറയുന്നത്. The refrigerant is a heat carrying medium which during their cycle in the refrigeration system absorb heat from a lower temperature system and discard the heat so absorb to a higher temperature system. The rejection of heat take place with the help of mechanical work. ഒരു ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്നും ഹയർ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വർക്കിംഗ് മീഡിയമാണ് റെഫ്രിജറൻസ്. ചുമ്മാ അതൊരു ലോ ടെമ്പറേച്ചർ ബോഡിയിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ബോഡിയിലേക്ക് നമുക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഒരു എക്സ്റ്റേണൽ വർക്ക് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരും. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റെഫ്രിജറൻസ്. റെഫ്രിജറന്റിനെ മെയിനായിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് പ്രൈമറി റെഫ്രിജറന്റ് എന്നും രണ്ട് സെക്കൻഡറി റെഫ്രിജറൻസ് എന്നും. ഒന്നാമത്തെ പ്രൈമറി റെഫ്രിജറൻസ്. Primary refrigerants are those working medium or heat carriers which directly take part in the refrigeration system and cool the substance by the absorption of latent heat. Primary refrigerantന് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അമോണിയ, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, മീഥൈൽ ക്ലോറൈഡ്, മെഥിലീൻ ക്ലോറൈഡ്, ഈഥൈൽ ക്ലോറൈഡ്, ഫ്രിയോൺ ഗ്രൂപ്പ്, ഇതൊക്കെയാണ് പ്രൈമറി റെഫ്രിജറൻസിന് എക്സാമ്പിൾ. ഈ പ്രൈമറി റെഫ്രിജറൻസിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്നാമത്തെയാണ് ഹാലോ കാർബൺ കോമ്പൗണ്ട്സ്, രണ്ട് അസിയോട്രോപ്സ്, ഹൈഡ്രോ കാർബൺസ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെ 5 രീതിയിൽ നമുക്ക് പ്രൈമറി റെഫ്രിജറൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹാലോ കാർബൺ കോമ്പൗണ്ട്സ്, അസിയോട്രോപ്സ്, ഹൈഡ്രോ കാർബൺസ്, ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്, അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിലൊന്നാമത്തെ നമുക്ക് നോക്കാം, ഹാലോ കാർബൺ കോമ്പൗണ്ട്സ്. ആ പേരിൽ തന്നെ ഉണ്ട്, ഹാലജൻ ഗ്രൂപ്പ് പ്രസന്റ് ആയിട്ടുള്ള റെഫ്രിജറൻസ് ആണ് ഹാലോ കാർബൺ കോമ്പൗണ്ട്സിനകത്ത് വരുന്നത്. ദിസ് ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ ഓഫ് ദ 3 ഹാലജൻസ്, ക്ലോറിൻ, ഫ്ലൂറിൻ ആൻഡ് ബ്രോമിൻ. അങ്ങനെ 3 തരത്തിലുള്ള ഹാലജൻ കോമ്പൗണ്ട്സ് ആണ് ഇതിൽ കാണാറുള്ളത്, ക്ലോറിൻ, ഫ്ലൂറിൻ, അതുപോലെ തന്നെ ബ്രോമിൻ. ആൻഡ് ആർ നെയിംഡ് as ഫ്രിയോൺ, ജെനിട്രോൺ, ഐസോട്രോൺ, എരിട്രോൺ, എക്സെട്ര. അന്നേരം ഇതിന്റെ ഇൻഡസ്ട്രിയൽ നെയിം ആണ് ഫ്രിയോൺ, ജെനിട്രോൺ, ഐസോട്രോൺ, എറിട്രോൺ എന്നൊക്കെ പറയുന്നത്. അന്നേരം മെയിനായിട്ട് അതിൽ ക്ലോറിൻ, ഫ്ലൂറിനും ബ്രോമിനും ആണ് അടങ്ങിയിരിക്കുന്നത്. അടുത്തത്, ദീസ് റെഫ്രിജറൻസ് ആർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക്, കൊമേഴ്സ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഹാലോ കാർബൺ കോമ്പൗണ്ട്സിന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ R12 ആണ്. R12 എന്ന് പറഞ്ഞാൽ ഡൈക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ ആണ്. അടുത്ത R14 കാർബൺ ടെട്രാ ഫ്ലൂറൈഡ് ആണ്, R14. അതുപോലെ തന്നെ R22 മോണോ ക്ലോറോ ഡൈഫ്ലൂറോ മീഥൈൻ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ അല്ലെങ്കിൽ ബ്രോമിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. R12, R14 അതുപോലെ തന്നെ R22 ഒക്കെയാണ് ഹാലോ കാർബൺ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ. അടുത്തതാണ് അസിയോട്രോപ്സ്. അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റെഫ്രിജറന്റ് മിക്സ്ചർ ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് മിക്സ്ചർ ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് വിച്ച് cannot be separated by distillation or do not undergo separation with temperature change. അതായത് ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഈ മിക്സ്ചറിന് യാതൊരു സെപ്പറേഷനും സംഭവിക്കാറില്ല. They have fixed thermodynamic properties and do not undergo any separation with the change in temperature and pressure. ടെമ്പറേച്ചർ വേരിയേഷനോ പ്രഷർ വേരിയേഷനോ കാരണം ഈ മിക്സ്ചർ സെപ്പറേറ്റ് ചെയ്ത് മാറാറില്ല. അതാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അസിയോട്രോപ്പ് സാധാരണ 500 സീരീസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. R500, R502, R503 ആൻഡ് R504. ഇതെന്ന് പറഞ്ഞാൽ 2 റെഫ്രിജറന്റുകളുടെ മിക്സ്ചർ ആയിരിക്കും. ഒന്നാമത്തെ R500 നോക്കിക്കഴിഞ്ഞാൽ 73.8% R12, 26.7% R152 ആണ് അതിനകത്തുള്ളത്. R502 നോക്കിക്കഴിഞ്ഞാൽ 48.8% R22 ആൻഡ് 51.2% R115. R503 40.1% R23 and 59.9% R30. R504 48.2% R32 and 51.8% R115.
ഇതിന് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് റെഫ്രിജറൻസിന്റെ കോമ്പിനേഷൻ ആണ്. അത് ടെമ്പറേച്ചർ ചേഞ്ച് കാരണോ പ്രഷർ ചേഞ്ച് കാരണോ സെപ്പറേറ്റ് ആവാറില്ല. അടുത്തതാണ് ഹൈഡ്രോ കാർബൺ. These are organic compound possess satisfactory thermodynamic property but are highly inflammable. അന്നേരം ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള റെഫ്രിജറന്റ് ആണ് ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ്. അതിന് എക്സാമ്പിൾ ആണ് R50. R50 മീഥേൻ ആണ് R50 എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ R170 ഈഥേൻ, R290 പ്രൊപ്പെയിൻ, R600 ബ്യൂട്ടേൻ, R601 ഐസോ ബ്യൂട്ടേൻ. R50, R170, R290, R600, R601 ഒക്കെയാണ് ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസിന് എക്സാമ്പിൾ. അത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്, പക്ഷേ സാറ്റിസ്ഫാക്ടറി തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസും അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് റെഫ്രിജറന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഹൈഡ്രോ കാർബൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്ന അല്ലെങ്കിൽ വൈഡ്ലി യൂസ്ഡ് റെഫ്രിജറൻസ് ആണ് ഇനോർഗാനിക് കോമ്പൗണ്ട്സ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് വരുന്നത് R717 അമോണിയയാണ് R717 എന്ന് അറിയപ്പെടുന്നത്. R718 വാട്ടർ, R729 എയർ, R744 കാർബൺ ഡൈ ഓക്സൈഡ്, R764 സൾഫർ ഡൈ ഓക്സൈഡ്. അമോണിയ, വാട്ടർ, എയർ, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് ഇതൊക്കെയാണ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ. ലാസ്റ്റില് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഈ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് പ്രത്യേകത, ഇതിനകത്ത് എത്തിലീൻ അല്ലെങ്കിൽ പ്രൊപ്പിലീൻ ആയിരിക്കും ഇതിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത്. ദിസ് ഗ്രൂപ്പ് കണ്ടെയ്ൻ എത്തിലീൻ ഓർ പ്രൊപ്പിലീൻ as their constituent. എക്സാമ്പിൾ R1120 ട്രൈക്ലോറോ എത്തിലീൻ, R1130 ഡൈക്ലോറോ എത്തിലീൻ, R1150 എത്തിലീൻ ആൻഡ് R1270 പ്രൊപ്പിലീൻ. അന്നേരം പ്രൈമറി റെഫ്രിജറന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈമറി റെഫ്രിജറന്റിനെ 5 ആയിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഹാലോ കാർബൺ കോമ്പൗണ്ട്സ്, അസിയോട്രോപ്സ്, ഹൈഡ്രോ കാർബൺസ്, ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഫൈനലി അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനി അടുത്തത് സെക്കൻഡറി റെഫ്രിജറന്റ് ആണ്. സെക്കൻഡറി റെഫ്രിജറന്റ് ഡയറക്റ്റ് ആയിട്ട് കൂളിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അതായത് ഒരു പ്രൈമറി റെഫ്രിജറന്റ് വെച്ച് സെക്കൻഡറി റെഫ്രിജറന്റിനെ തണുപ്പിക്കും, അതിനുശേഷമാണത് കൂളിംഗിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. Secondary refrigerant are those circulating substances which are first cooled with the help of primary refrigerant and then employed for cooling purpose. These refrigerant cool substance by absorption of their sensible heat. നമ്മൾ പ്രൈമറി റെഫ്രിജറന്റ് കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ റിക്വേർഡ് കൂളിംഗ് ഏരിയയിലും അത് കോണ്ടാക്ട് വരുന്നുണ്ട്. അന്നേരം അവിടെ ലേറ്റന്റ് ഹീറ്റ് ആണ് റിജക്ട് ചെയ്യുന്നത് പ്രൈമറി റെഫ്രിജറന്റ് കേസിൽ. പക്ഷേ സെക്കൻഡറി റെഫ്രിജറന്റ് കേസിൽ സെൻസിബിൾ ഹീറ്റ് ആണ് റിജക്ട് ചെയ്യുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്കൻഡറി റെഫ്രിജറൻസ് ആണ് വാട്ടർ, സോഡിയം ക്ലോറൈഡ് ബ്രൈൻ, കാൽസ്യം ക്ലോറൈഡ് ബ്രൈൻ, എത്തിലീൻ ഗ്ലൈക്കോൾ, പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ എക്സെട്ര. അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെഫ്രിജറൻസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. അതായത് നമ്പർ ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ ബേസിൽ റെഫ്രിജറന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. പ്യുവർ റെഫ്രിജറൻസ് എന്നും മിക്സഡ് റെഫ്രിജറൻസ് എന്നും. പ്യുവർ റെഫ്രിജറൻസിനകത്ത് ഒരൊറ്റ കെമിക്കൽ കോമ്പൗണ്ട് മാത്രമേ കാണത്തുള്ളൂ. മിക്സഡ് റെഫ്രിജറന്റ് ആകുമ്പോൾ അതിനെയാണ് റെഫ്രിജറന്റ് മിക്സേഴ്സ് അല്ലെങ്കിൽ ബ്ലെൻഡഡ് റെഫ്രിജറൻസ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ റെഫ്രിജറൻസ് കാണാറുണ്ട്. ഇതിന് പ്യുവർ റെഫ്രിജറൻസ് നോക്കാം. പ്യുവർ റെഫ്രിജറന്റ് ഈസ് എ റെഫ്രിജറന്റ് വിച്ച് ഈസ് മെയ്ഡ് ഓഫ് എ സിംഗിൾ കെമിക്കൽ കോമ്പൗണ്ട്. അതിന് എക്സാമ്പിൾ ആണ് R2, R22, R134A എക്സെട്ര. നേരം ഒരൊറ്റ കെമിക്കൽ കോമ്പൗണ്ട്സേ പ്യുവർ റെഫ്രിജറന്റിനകത്ത് കാണാറുള്ളൂ. അടുത്തത് മിക്സഡ് റെഫ്രിജറൻസ്. Mixed refrigerants commonly called as refrigerant mixture or blended refrigerants is a mixture of two or more refrigerants. Mixed refrigerants മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തെ അസിയോട്രോപിക് മിക്സർ, നിയർ അസിയോട്രോപിക് റെഫ്രിജറന്റ് മിക്സർ, നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് മിക്സർ which is also known as സിയോട്രോപിക് മിക്സേഴ്സ്. നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് മിക്സറിനെയാണ് സിയോട്രോപിക് മിക്സേഴ്സ് എന്ന് വിളിക്കുന്നത്. Azeotropic mixture. Azeotropic mixture are binary mixture that behave like a single component refrigerant having a fixed boiling point corresponding to a given pressure.
അന്നേരം അസിയോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി മിക്സർ ആണ്. അത് പക്ഷേ ഒരു സിംഗിൾ കമ്പോണന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതിനൊരു ഫിക്സഡ് ബോയിലിംഗ് പോയിന്റ് കാണും. ഓൾസോ ദി കോമ്പോസിഷൻ ഓഫ് ദ മിക്സർ ഇൻ ദ വേപ്പർ ആൻഡ് ലിക്വിഡ് ഫേസ് വിൽ ബി സെയിം. അതായത് ടെമ്പറേച്ചർ ചേഞ്ചോ പ്രഷർ ചേഞ്ചോ കാരണം അസിയോട്രോപ്പ് മിക്സർ സെപ്പറേറ്റ് ചെയ്യാറില്ല. Because of this, azeotropic mixture behave like a pure refrigerant in all practical aspects. An example R500, R501, R502. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തത് നിയർ അസിയോട്രോപിക് മിക്സർ. നിയർ അസിയോട്രോപിക് മിക്സർ is a mixture of refrigerant whose characteristics are near those of azeotropic mixture. അസിയോട്രോപിക് മിക്സറിന്റെ ക്യാരക്ടറിക്സിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന റെഫ്രിജറന്റ് മിക്സർ ആണ് നിയർ അസിയോട്രോപിക് മിക്സർ. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിയർ അസിയോട്രോപിക് മിക്സറിന്റെ കേസിൽ ടെമ്പറേച്ചർ ഗ്ലൈഡ് ഉണ്ട്. ദി ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് എക്സ്പീരിയൻസ് temperature glide, that is a small temperature variation during constant pressure phase change process such as condensation and evaporation, and a small difference in composition in liquid and vapor phase at equilibrium. നമ്മൾ അസിയോട്രോപ്പ് പഠിച്ചപ്പം പറഞ്ഞു അവിടെ ടെമ്പറേച്ചർ വേരിയേഷനോ പ്രഷർ വേരിയേഷനോ കാരണം കോമ്പോസിഷന് യാതൊരു ചേഞ്ചും വരത്തില്ല. പക്ഷേ നിയർ അസിയോട്രോപ്പിക്കിൽ ചെറിയ വേരിയേഷൻസ് വരും. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഗ്ലൈഡ് ഉണ്ട്. ടെമ്പറേച്ചർ ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ വാട്ടറിന്റെ ഒരു കേസ് എടുക്കുക. വാട്ടർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ ഫേസ് ചേഞ്ച് സംഭവിക്കും. അതായത് ലിക്വിഡ് വാട്ടർ വേപ്പർ ആവുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ അതിനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴത്തേന് വേപ്പർ ഫേസിലുള്ള വാട്ടർ തിരിച്ച് ലിക്വിഡ് ഫേസിലോട്ടും കൺവേർട്ട് ആവും. അതായത് ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലാണ് അതിന്റെ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ ഗ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ടെമ്പറേച്ചറിൽ ഫേസ് ചേഞ്ച് സംഭവിക്കത്തില്ല. അതായത് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും ഈ ഫേസ് ചേഞ്ച് സംഭവിക്കുന്നത്. നമ്മൾ അസിയോട്രോപ്പിന് ഒരു ഫിക്സഡ് ടെമ്പറേച്ചറിലാണ് അല്ലെങ്കിൽ ഫിക്സഡ് ബോയിലിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ഫിക്സഡ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിലും ചെറിയ വേരിയേഷൻ ഈ ബോയിലിംഗ് പോയിന്റിൽ ഇവിടെ വരും. അതുകൊണ്ടാണ് അതിന് ടെമ്പറേച്ചർ ഗ്ലൈഡ് ഉണ്ടെന്ന് പറയുന്നത്. An example of this is the addition of small amount of propane to R502 to increase the solubility in lubricating oil. ഇനി അടുത്തത് നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് മിക്സർ ഓർ സിയോട്രോപിക് മിക്സർ. നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് മിക്സർ, also known as zeotropic mixture, is a mixture that behave like a mixture of the individual components. Zeotropics with a significant temperature variation during constant pressure phase change process such as condensation and evaporation. Also, at equilibrium, the composition is in vapor and liquid phase will be different. An example of zeotropic refrigerant mixture is R407C, which is a mixture of R32, R125 and R134A. നിയർ അസിയോട്രോപിക് റെഫ്രിജറന്റ് ചെറിയ ടെമ്പറേച്ചർ വേരിയേഷൻ കാണിക്കും എന്ന് പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഫേസ് ചേഞ്ചിൽ. പക്ഷേ നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് ആകുമ്പോൾ നല്ല വേരിയേഷൻ, അതായത് സിഗ്നിഫിക്കന്റ് ടെമ്പറേച്ചർ വേരിയേഷൻ ഈ സിയോട്രോപ്സ് അല്ലെങ്കിൽ നോൺ അസിയോട്രോപിക് റെഫ്രിജറന്റ് കാണിക്കും ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ റെഫ്രിജറൻസ്. ഒരു ഐഡിയൽ റെഫ്രിജറന്റിന് വേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ലോ ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്, ഹൈ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലോ സ്പെസിഫിക് ഹീറ്റ് of liquid and high specific heat of vapor, low specific volume of vapor, high thermal conductivity, non-corrosive to metal, non-flammable and non-explosive, non-toxic, അതുപോലെ തന്നെ low cost, easy and regularly available, easy to liquefy at moderate pressure and temperature, easy of locating leak by odor or suitable indicator, mixes well with oil, high coefficient of performance, അതുപോലെ തന്നെ ഓസോൺ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇത്രയാണ് ഒരു ഐഡിയൽ റെഫ്രിജറന്റിന്റെ വേണ്ട പ്രോപ്പർട്ടീസ്. നമ്മൾ ഇന്ന് പഠിച്ചത്
റെഫ്രിജറന്റ് ക്ലാസിഫിക്കേഷൻ, റെഫ്രിജറന്റ് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ എന്ന് പറഞ്ഞു, പ്രൈമറി റെഫ്രിജറന്റ് ആൻഡ് സെക്കൻഡറി റെഫ്രിജറന്റ്. പ്രൈമറി റെഫ്രിജറന്റിനെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അതായത് ഹാലോ കാർബൺ റെഫ്രിജറന്റ്, അസിയോട്രോപിക് റെഫ്രിജറന്റ്, ഇനോർഗാനിക് റെഫ്രിജറന്റ്, ഹൈഡ്രോ കാർബൺ റെഫ്രിജറന്റ്, അതുപോലെ അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. പിന്നെ നമ്മൾ നോക്കിയത് ക്ലാസിഫിക്കേഷൻ ഓഫ് റെഫ്രിജറന്റ് ബേസ്ഡ് ഓൺ ദി കെമിക്കൽ കോമ്പോസിഷൻ. അതായത് രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ വന്നത്, പ്യുവർ റെഫ്രിജറന്റും മിക്സഡ് റെഫ്രിജറന്റും. മിക്സഡ് റെഫ്രിജറന്റ് തന്നെ അസിയോട്രോപ്പ് ഉണ്ട്, നിയർ അസിയോട്രോപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ അസിയോട്രോപ്പ് ഉണ്ട്. പിന്നെ ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് ആൻ ഐഡിയൽ റെഫ്രിജറന്റ്. ഓക്കെ, താങ്ക് യു.